മൊഡ്യൂൾ 4-ന്റെ ഒരു ക്വിക്ക് റിവിഷൻ നമുക്കിപ്പോൾ നടത്താം. മൊഡ്യൂൾ 4-ൽ മെയിനായിട്ട് 2 ടോപ്പിക്കേ നമുക്ക് പഠിക്കാനുള്ളൂ. പോയിന്ററും ഫൈലും മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വേഗം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പോയിന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അഡ്രസ്സ് ഹോൾഡ് ചെയ്യണം ഒരു വേരിയബിൾ. സാധാരണ നമ്മൾ ഇൻറ്റ് എന്ന് പറയുമ്പോൾ എയിൽ ഒരു ഇൻറ്റിജർ വാല്യൂവിനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ എന്താ പറയണത്? പോയിന്റർ എന്ന് പറയുന്നത് ഒരു അഡ്രസ്സാണ്. വേറെ ഏതോ ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് ഈ ഒരു പോയിന്റർ ഹോൾഡ് ചെയ്യണമെന്ന് പറയണത്. അപ്പോൾ നമുക്ക് പോയിന്ററിന് നമ്മൾ അഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എന്ത്? ആംപർസൈൻ എന്നുള്ളത്. അതേപോലെ പോയിന്റർ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർ എന്നുള്ളത്. പോയിന്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻറ്റ് ഐ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ അവിടെ ഉണ്ടാവുന്നത്? ഐ എന്നുള്ള ഒരു ലൊക്കേഷൻ നെയിമിന് നമ്മളൊരു ലൊക്കേഷൻ എടുത്തു. ആ ലൊക്കേഷൻ്റെ നമ്പറാണ് ഈ ഒരു 65234 എന്നുള്ളത്. അതിൻ്റെ വാല്യൂ ആ ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് എന്ത്? 5 എന്ന് പറയുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്നതാണ് ലൊക്കേഷൻ്റെ നെയിം. പിന്നെ ലൊക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടായിരിക്കും. ആൻഡ് ആ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് 5 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ആംപർസൈൻ ഐ എന്ന് പറയുന്നതാണ് ആ ഐയുടെ ലൊക്കേഷൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, പ്രിന്റ് ഓഫ് ആംപർസൈൻ ഐ ചെയ്യുമ്പോൾ നമുക്ക് ആ ഐയുടെ ലൊക്കേഷൻ്റെ നമ്പർ കിട്ടും. വെറുതെ ഐ എന്ന് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഐ എന്നുള്ള ആ ഒരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ കിട്ടും. 5 എന്നുള്ള വാല്യൂ ആണ് ആ ലൊക്കേഷനിൽ സ്റ്റോർ ആയിട്ടുള്ളത്. അപ്പം അത് കിട്ടും. അപ്പോൾ ലൊക്കേഷനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ആംപർസൈൻ ഐ ചെയ്യണത്. അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാൻഎഫിൽ ആംപർസൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി നമ്മൾ സ്റ്റാർ ഓഫ് ആംപർസൈൻ ഐ എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുന്നത് നോക്കി നോക്കൂ. ആംപർസൈൻ ഐ എന്ന് പറയുമ്പോൾ നമുക്കൊരു ലൊക്കേഷൻ കിട്ടും. ആ ലൊക്കേഷനിലുള്ള വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് സ്റ്റാർ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിതൊരു പോയിന്റർ കൺസെപ്റ്റ് വയ്ക്കുമ്പോൾ ആംപർസൈൻ ഐ എന്ന് പറയുന്നതാണ് എന്ത്? ഒരു പോയിന്റർ. ആ പോയിന്ററിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിന് മുമ്പിൽ സ്റ്റാർ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർ ആംപർസൈൻ ഐ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ലൊക്കേഷൻ്റെ ഉള്ളിലത്തെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുത്താൽ മതി? ആ ലൊക്കേഷൻ്റെ മുന്നിൽ സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ലൊക്കേഷൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ്റെ മുന്നിൽ സ്റ്റാർ ഇട്ട് കൊടുക്കാം. ഇനി പോയിന്ററിലേക്ക് വരാം. ഈ പോയിന്റർ എന്ന് പറയുമ്പോൾ ജെ ഈക്വൽ ടു ആംപർസൈൻ ഐ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണത്? ജെയിലേക്ക് ഐ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ ലൊക്കേഷന്റെ നമ്പറാണ് സ്റ്റോർ ചെയ്യുന്നത്. ജെക്ക് എന്തുണ്ട്? ഒരു ലൊക്കേഷൻ നമ്പർ ഉണ്ട്. 36 ആണ് ജെയുടെ ലൊക്കേഷൻ നമ്പർ. പക്ഷെ നമ്മൾ ഈ ജെയിൽ സ്റ്റോർ ചെയ്യണത് എന്താണ്? ആംപർസൈൻ ഐ ആണ്. ആംപർസൈൻ എന്ന് പറഞ്ഞ ലൊക്കേഷൻ. അപ്പോൾ ഐയുടെ ലൊക്കേഷൻ നമ്പറായ 65234 ആണ് നമ്മൾ എന്ത് ചെയ്യണത്? ജെയിൽ സ്റ്റോർ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ഒരു ലൊക്കേഷനെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ആ ജെനെ നമ്മളൊരു പോയിന്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിന് പോയിന്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. ഇൻറ്റ് സ്റ്റാർ ജെ. സ്റ്റാർ ജെ എന്ന് പറയുന്നതാണ് എന്ത്? അതൊരു പോയിന്റർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സ്റ്റാർ ജെ ഇട്ടുണ്ടെങ്കിൽ അതൊരു പോയിന്റർ ആണ്. അതൊരു ലൊക്കേഷന്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യണത്. വേറെ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ ലൊക്കേഷന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേരിയബിൾ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഇതാണ് ഒരു പോയിന്റർ എന്ന് പറഞ്ഞതിന്റെ കൺസെപ്റ്റ്. ഇനി ഇപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഐ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. പിന്നെ സ്റ്റാർ ജെ എന്ന് പറയുന്നത് എന്താണ്? ഒരു പോയിന്റർ ആണ്. ഇനി ഈ പോയിന്ററിൽ സ്റ്റോർ ചെയ്യുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഐന്റെ അഡ്രസ് ആണ് ജെയിൽ സ്റ്റോർ ചെയ്യണത്. കണ്ടോ? ആംപർസൈൻ ഐ എന്ന് പറഞ്ഞാൽ ഐയുടെ അഡ്രസ്സ്. ഐയുടെ അഡ്രസ് ആണ് എന്ത് ചെയ്യണത്? ജെയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. അതിന്റെ വാല്യൂ 5 ആണ്. ജെ എന്ന് പറയുന്നത് ഒരു പോയിന്റർ ആണ്. അതായത് എന്തെങ്കിലും ഒരു അഡ്രസ്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ജെ എന്ന് പറയുന്നത്. അതിൽ ആ ജെയിൽ സ്റ്റോർ ചെയ്യുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് ആരുടെയാണ്? ഐയുടെ ആണ്. ആംപർസൈൻ ഐ എന്ന് പറയണം. അതായത് ഐയുടെ അഡ്രസ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജെയിൽ സ്റ്റോർ ചെയ്യുന്നത്.
ഐയുടെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് മുന്നിൽ ആംപ്രസൈൻ ഇട്ടത്. ഇനി ഓരോ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് നോക്കി നോക്കും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണത് ആംപ്രസൈൻ ഐ എത്രയാണെന്നുള്ളത് പ്രിന്റ് ചെയ്യുന്നു. ഐയുടെ അഡ്രസ്സ് എന്താണ് എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു ജെയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. ജെയിൽ എന്താ ചെയ്യണത് ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഐയുടെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തിരിക്കണേ. അപ്പൊ ഐയുടെ അഡ്രസ്സ് തന്നെ പ്രിന്റ് ആയി വന്നു. ഇനി അടുത്തത് ജെയുടെ അഡ്രസ്സ് പ്രിന്റ് ചെയ്തു. ജെയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഐയുടെ അഡ്രസ്സ് ആയിരിക്കില്ല, വേറൊരു അഡ്രസ്സ് ആയിരിക്കും. ജെക്ക് എന്തുണ്ട് അഡ്രസ്സ് ഉണ്ടായിരിക്കും, പക്ഷെ ജെയുടെ വാല്യൂ എന്ന് പറയുന്നതാണ് എന്ത് ഐയുടെ അഡ്രസ്സ്. അപ്പോൾ ജെയുടെ അഡ്രസ്സ് പ്രിന്റ് ചെയ്തു. വീണ്ടും ജെയുടെ വാല്യൂ എന്താണ് ജെയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. ഐയുടെ വാല്യൂ എന്താ ഐയുടെ വാല്യൂ പറയുന്നത് 5 ആണ്. ആ 5 എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഇനി ഐ എന്നുള്ള അഡ്രസ്സിൽ ഉള്ള വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് സ്റ്റാർ മുന്നിലിട്ട് കൊടുക്കുന്നത്. ആംപ്രസൈൻ ഐ എന്ന് പറയുന്നത് ഐയുടെ ലൊക്കേഷൻ. ആ ലൊക്കേഷന്റെ ഉള്ളിലുള്ള വാല്യൂ എന്താണ്, അതായത് ഐയുടെ വാല്യൂ എന്താണെന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിട്ടു മുന്നിൽ ഒരു സ്റ്റാർ ഇട്ട് കൊടുത്തു. അപ്പൊ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ലൊക്കേഷൻ കൊടുത്ത് അതിന്റെ മുന്നിൽ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഉള്ളിലത്തെ വാല്യൂ എന്താണ് എന്നുള്ളത് കിട്ടും. അപ്പോൾ വീണ്ടും ഐയുടെ വാല്യൂ എന്തായി 5 എന്നുള്ളത് പ്രിന്റ് ചെയ്തു. അതേപോലെ തന്നെ ജെ എന്നുള്ളത് ഒരു ലൊക്കേഷൻ ആണ്. ആ ലൊക്കേഷന്റെ വാല്യൂ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് ആംപ്രസൈൻ ഐയുടെ ലൊക്കേഷൻ ആണ് ജെയിലുള്ളത്. ആംപ്രസൈൻ ഐയുടെ വാല്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് സ്റ്റാർ പ്രിന്റ് ചെയ്യണത്. 5 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? ആംപ്രസൈൻ ജെ എന്ന് പറയുന്നതും ആംപ്രസൈൻ ഐ എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. ആംപ്രസൈൻ ഐ എന്ന് പറയുന്നത് ഐയുടെ ലൊക്കേഷൻ, അതാണ് ജെയിൽ സ്റ്റോർ ചെയ്തിരിക്കണേ. ആ സ്റ്റോർ ചെയ്ത ലൊക്കേഷന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണത് സ്റ്റാർ ഇടുന്നത്. അപ്പൊ നമുക്ക് പലതരത്തിൽ ഡിക്ലെയർ ചെയ്യാം. ക്യാരക്ടറായിട്ട് ഡിക്ലെയർ ചെയ്യാം, ഫ്ലോട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം, ഇൻഡിജർ ആയിട്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പോയിന്റേഴ്സിനെ ഡിക്ലെയർ ചെയ്യാം. ഇനി നമുക്ക് ഡിക്ലറേഷൻ, അതായത് പോയിന്റർ വേരിയബിളിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് എന്താണെന്ന് പറയാ, സ്റ്റാർ ഇടുക, പോയിന്റർ നെയിം എന്താണെങ്കിൽ കൊടുക്കുക. ഇന്റ് സ്റ്റാർ ഒരു എക്സാമ്പിൾ വരുന്നത്. അടുത്തത് നമ്മൾ നേരത്തെ ഇൻഡിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു, ഫ്ലോട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. പോയിന്റർ എന്താണ്, പോയിന്റർ വേരിയബിൾ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇത് നമ്മൾക്ക് എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്, അപ്പോൾ ഇൻഡിജർ ആയിട്ട് നമുക്കൊരു വേരിയബിൾ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഡിക്ലറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. പി എന്ന് പറയുന്നത് എന്താണ്, ഒരു പോയിന്റർ ആണ് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിയുടെ ഉള്ളിൽ ഏതിന്റെ അഡ്രസ് ആണ് കൊടുക്കണേ എന്നുള്ളതാണ് ഇനീഷ്യലൈസേഷൻ. അപ്പോൾ അതായത് ക്വാണ്ടിറ്റിയുടെ അഡ്രസ് ആണ് പിയിലേക്ക് കൊടുക്കുന്നത്. P equal to ampersand quantity. ക്വാണ്ടിറ്റിയുടെ അഡ്രസ് എന്താണോ ആ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ വേരിയബിളിന്റെ ഈ അഡ്രസ് നമ്പർ ഇല്ലേ, ആ നമ്പർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണത് പിയിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ എന്ത് കൊടുക്കാം, ഇന്റ് സ്റ്റാർ പി ഈക്വൽ ടു ആംപ്രസൈൻ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടും ഒരുമിച്ച് കൊടുക്കാം. അടുത്തത് അറേ ആയിട്ട് എങ്ങനെയാണ് പോയിന്റേഴ്സിനെ ഡിക്ലെയർ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്റ് അറേ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ സ്റ്റാർ പി ടി ആർ ഈക്വൽ ടു അറേ എന്നുള്ള ആ പേര് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ എന്താണ് നമ്മുടെ പോയിന്റർ എന്ന് പറയുന്നത് ആ ഫസ്റ്റത്തെ എലമെന്റിന്റെ അഡ്രസ് ഉണ്ടാവുമല്ലോ, ഫസ്റ്റത്തെ എലമെന്റ് എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കണേ ആ ഒരു അഡ്രസ് വാല്യൂ ആണ് നമ്മൾ എന്തിൽ പോണത്, പോയിന്ററിന്റെ ഉള്ളിലേക്ക് പോണത്. മനസ്സിലായോ? അപ്പോൾ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുത്താണ്, ആംപ്രസൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അറേ എന്ന് പറഞ്ഞ് മാത്രം വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ പി ടി ആർ എന്ന് പറയുന്നത് ഒരു പോയിന്റർ ആണ്. അത് അറേ എന്നുള്ളതിന്റെ ആദ്യത്തെ എലമെന്റിന്റെ അഡ്രസ്സാണ് എന്ത് ചെയ്യണത്, സ്റ്റോർ ചെയ്യണത്. അപ്പോൾ ഈ പി ടി ആർ നമുക്ക് പ്രിന്റ് ചെയ്യണ സമയത്ത് പി ടി ആർ എന്നുള്ളതിന്റെ മുന്നിൽ സ്റ്റാർ ഇട്ട് പ്രിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളത്തെ വാല്യൂ കാണിച്ചു തരും. പി ടി ആർ എന്ന് പറയുന്നത് അഡ്രസ്സാണ് കാണിച്ചു തരിക, പക്ഷെ അതിന്റെ മുന്നിൽ സ്റ്റാർ ഇട്ടിട്ട് പ്രിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സിന്റെ വാല്യൂ കാണിച്ചു തരും. അതായത് അറേയുടെ ആദ്യത്തെ എലമെന്റ് എന്താണോ ആ എലമെന്റിനെ നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. അപ്പോൾ ഫസ്റ്റത്തെ വാല്യൂ 10 ആയതുകൊണ്ട് 10 പ്രിന്റ് ചെയ്തു. മനസ്സിലായോ? അറേ പിന്നെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പോയിന്ററായിട്ട് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അറേയുടെ ആ പേര് മാത്രം കൊടുത്താൽ മതി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ അറേയുടെ ഉള്ളിലത്തെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഫസ്റ്റത്തെ എലമെന്റ് എന്താണോ ആ ഫസ്റ്റത്തെ എലമെന്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യണത്, പി ടി ആറിൽ പോയിന്റ് ചെയ്യണത്. ഇനി അടുത്ത എലമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പോയിന്ററിന്റെ വാല്യൂ കൂട്ടിയാൽ
മതി. മനസ്സിലായോ? ഇവിടെ നോക്കൂ, നമ്മുടെ അറേ ഓഫ് 10 അല്ല അറേ ഓഫ് 2 എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി? അറേ പ്ലസ് 2 പോയിന്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ പോയിന്റർ പ്ലസ് 2 എന്ന് മാത്രം കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ അറേ ഓഫ് 2 പറയുന്നത് ഏതാണ്? 0 1 2 30 ആണ് പറയുന്നത്. അറേ ഓഫ് 2 30 പ്രിന്റ് ചെയ്തു. ഇനി സ്റ്റാർ ഓഫ് അറേ ഓഫ് 2 പറയുമ്പോൾ നമുക്ക് എന്താ പറയുക? അറേ പ്ലസ് 2 പറയുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? അഡ്രസ്സാണ് കിട്ടുന്നത്. അതായത് അറേ എന്ന് പറഞ്ഞ അഡ്രസ്സിന്റെ ഇതാണ് കിട്ടുന്നത്. അതേപോലെ പോയിന്ററിന്റെയും കറസ്പോണ്ടിങ്ങിലി നമുക്ക് അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. പോയിന്റർ PTR പ്ലസ് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും. ജസ്റ്റ് പ്ലസ് ഇട്ടിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പോയിന്റർ വെച്ചിട്ട് ഒരു അറേ എലമെന്റ് ആക്സസ് ചെയ്യാൻ പറയാണ്. അതാണ് ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ. അതായത് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? പോയിന്റർ യൂസ് ചെയ്തിട്ട് ഓരോ അറേ എലമെന്റ് പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ അറേ എലമെന്റിന്റെ സമ്മ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അറേയിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാം. അതിനൊക്കെ ഈ പ്രോഗ്രാം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. സം എങ്ങനെ അറേയുടെ ഉള്ളിൽ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. ലാർജസ്റ്റ് എങ്ങനെ സ്മോളസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ അറിയില്ലേ? അപ്പോൾ എ ഓഫ് ഐ എന്ന് ഇടണതിന് പകരം ഇവിടെ എന്ത് കൊടുത്താൽ മതി? ജെ എന്നുള്ളൊരു വാല്യൂ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെ ആദ്യം ചെയ്യണേ? നമ്മൾ അറേ എന്താണെന്ന് ആദ്യം ഡിക്ലെയർ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജെ എന്ന് പറയുന്നത് ഒരു പോയിന്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. ആ ജെയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ അറേയുടെ ആദ്യത്തെ എലമെന്റിനെ അസൈൻ ചെയ്യാം. ആംപ്രസൈൻ നമ്പർ ഓഫ് 0 പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ എലമെന്റിന്റെ അഡ്രസ്സ് എന്താണോ ആ ഒരു അഡ്രസ്സ് ജെയിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ജെയിൽ നമ്മുടെ ആദ്യത്തെ എലമെന്റിന്റെ അഡ്രസ്സ് ഉണ്ട്. ഇനി നമുക്ക് എത്ര എലമെന്റ് ഉണ്ടോ അത്ര എലമെന്റ് വരെ പോകാൻ വേണ്ടിയിട്ട് ഒരു ലൂപ്പ് വിളിക്കുക. അത് കഴിഞ്ഞിട്ട് എലമെന്റ് നമ്മൾ എന്ത് പ്രിന്റ് ചെയ്താൽ മതി? സ്റ്റാർ ജെ അഡ്രസ്. ആദ്യത്തെ എലമെന്റിന്റെ അഡ്രസ് ജെയിലുണ്ട്. അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? സ്റ്റാർ ജെ എന്നുള്ളത് കൊടുക്കുക. ഇനി അടുത്ത എലമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്റ്റാർ ജെയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക. അതായത് J+1 കൊടുക്കുക. അടുത്ത എലമെന്റ് എന്താണ്? J+2 ആണ്. അടുത്ത എലമെന്റ് J+3 ആണ്. അടുത്ത എലമെന്റ് J+4 ആണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് ജെയുടെ വാല്യൂ ഓരോ വട്ടും ഇൻക്രിമെന്റ് ചെയ്തു. അപ്പൊ സമ്മ് കണ്ടുപിടിക്കാൻ ഇതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? സം ഈക്വൽ ടു സമ്മ് പ്ലസ് ജെ എന്നുള്ളത് കൊടുക്കുക. സ്റ്റാർ ജെഡ് സ്റ്റാർ ഇടാൻ മറക്കരുത്. ഈ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്തിനും മുന്നിൽ സ്റ്റാർ ഇടണം. ഡിക്ലെയർ ചെയ്യുന്നിടത്ത് സ്റ്റാർ ജെ എന്ന് പറഞ്ഞിട്ട് വേണം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ അറേയുടെ ഉള്ളിലത്തൊക്കെ വാല്യൂ ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ വാല്യൂ എന്തെങ്കിലും പ്രിന്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്റ്റാർ ഇടണം. ഈ ജെയുടെ ഉള്ളിലേക്ക് ഏതാണ് വേരിയബിൾ പാസ് ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ആംപ്രസൈന് ആ വേരിയബിൾ ഏതിന്റെ അഡ്രസ്സാണ് പോകേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആംപ്രസൈന് അതിന്റെ അഡ്രസ്സും കൊടുക്കാം. അപ്പോൾ നമ്മൾ ജെ ഇൻക്രിമെന്റ് ചെയ്ത് അപ്പോൾ സം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ സം ഈക്വൽ ടു സം പ്ലസ് സ്റ്റാർ ജെ. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും ബിഗ്ഗസ്റ്റ് എലിമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മാക്സിമത്തിൽ നമ്മൾ ആദ്യം നമ്മൾ സ്റ്റാർ ജെ മാക്സിമത്തിൽ വെക്കാം. എന്നിട്ട് വീണ്ടും ഒരു ലൂപ്പ് റൺ ചെയ്യുക. ഈഫ് എന്താണ് ജെ സ്റ്റാർ ജെ ഗ്രേറ്റർ ദാൻ സ്റ്റാർ J+1 അല്ലെങ്കിൽ J+i നോക്കുക. അങ്ങനെ നമ്മുടെ എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാറ് മാക്സിമം ആണോ എന്ന്. അപ്പൊ അതേപോലെ തന്നെ ജെ ഗ്രേറ്റർ ദാൻ മാക്സിമം ആണോ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈക്വൽ ടു സ്റ്റാർ ജെ. എല്ലാത്തിനും വേണ്ടി സ്റ്റാർ ഉണ്ട് കേട്ടോ, സ്റ്റാർ മറക്കരുത്. സ്റ്റാർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക, കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു അറേ വെച്ചിട്ടുള്ള എന്ത് പോയിന്ററും അറേ വെച്ച് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ആദ്യം അറേനെ ഡിക്ലെയർ ചെയ്യുക, പിന്നെ ഒരു പോയിന്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക, ആ പോയിന്റർ വേരിയബിളിലേക്ക് ആദ്യത്തെ എലമെന്റിനെ പാസ് ചെയ്യുക, പിന്നെ ആ ഒരു പോയിന്റർ വെച്ചിട്ട് ഇപ്പോൾ ജെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ സ്റ്റാർ വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് എന്താണെങ്കിൽ അത് ചെയ്യും. സം കണ്ടുപിടിക്കുകയാണെങ്കിൽ സം ഈക്വൽ ടു സം പ്ലസ് സ്റ്റാർ ജെ. ഇനി ഗ്രേറ്റർ ദാൻ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർ ജെ ഗ്രേറ്റർ ദാൻ മാക്സിമം ആണെങ്കിൽ മാക്സിമം ഈക്വൽ ടു സ്റ്റാർ ജെ. അങ്ങനെല്ലാം നമ്മൾ അങ്ങനെ റീപ്ലേസ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ പേടിക്കണ്ട, ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കറസ്പോണ്ടിങ്ങിൽ ചെയ്യാം.
ഇനി കോൾ ബൈ റെഫറൻസ് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ വെച്ചിട്ട് നമ്മൾ റെഫറൻസ് പറയുമ്പോഴാണ് കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. കോൾ ബൈ വാല്യൂ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വാല്യൂസ് മാറ്റുമ്പോഴാണ് നമ്മൾ കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇപ്പോൾ കോൾ ബൈ റെഫറൻസ് വെക്കാൻ നമ്മൾ റെഫറൻസ് ആൻഡ് ലൊക്കേഷൻ ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ നമ്മൾ ആംപ്രസൈൻ നെയിം, ആംപ്രസൈൻ ബി ഡിയും പി ഡിയും ലൊക്കേഷൻ ആണ് നമ്മൾ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, സ്റ്റാർ എക്സും സ്റ്റാർ വൈയും രണ്ട് ലൊക്കേഷൻ ആണ് ഇങ്ങോട്ട് വരണേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെമ്പിലേക്ക് എക്സിന്റെ വാല്യൂ എന്താണോ അത് സ്റ്റോർ ചെയ്യണു, എക്സിലേക്ക് വൈയുടെ വാല്യൂ വെക്കുന്നു, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ടെമ്പററിയിൽ ഉണ്ടായിരുന്ന വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ പാസ് ബൈ റെഫറൻസ് ചെയ്യണത്. ഒരു റെഫറൻസ് പോയിന്റർ വെച്ചിട്ട്, അതായത് എക്സ് എന്ന് പറയുന്നത് എനെ സ്റ്റോർ ചെയ്തു, എയിലേക്ക് 20യുടെ വാല്യൂ വരും, ബിയിലേക്ക് 10ന്റെ വാല്യൂ വരും, അങ്ങനെ റീപ്ലേസ് ചെയ്യും. അതാണ് പാസ് ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പാസ് ബൈ വാല്യൂം പാസ് ബൈ റെഫറൻസിൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾ നിങ്ങൾ പഠിക്കാം. ഇനി നമ്മൾ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അറേനെ എങ്ങനെയാണ് വിളിക്കണതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു അറേ ഉണ്ട്, അതിൽ ആദ്യത്തെ എലമെൻറ്റിൻ്റെ അഡ്രസ്സാണ് നമ്മൾ പാസ് ചെയ്യുന്നത്, പിന്നെ എത്ര എലമെൻറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ കോണ്ടുകൂടി. അപ്പോൾ അതൊരു ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഫംഗ്ഷനിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യണത്, നമ്മൾ i=n വരെ പോകണം. എലമെൻറ്റിൻ്റെ നമ്മൾ ഓരോ എലമെൻറ്റിനും നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാർ ജെ വെച്ച് പ്രിന്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ജെൻ്റെ വാല്യൂ ആണ് ഇൻക്രിമെന്റ് ചെയ്യണം. ജെൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെന്റിലേക്കാണ് ജെ പോയിന്റ് ചെയ്യുക, രണ്ടാമത്തെ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ എലമെന്റിലേക്ക് ജെ പോയിന്റ് ചെയ്യും, പിന്നെ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ എലമെന്റ്, അങ്ങനെ 6 വട്ടം ജെൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് ആകുമ്പോൾ 6 എലമെന്റിനെയും ഡിസ്പ്ലേ ചെയ്യും. മനസ്സിലായോ? അടുത്തത് നമ്മൾ പോയിന്റർ റിട്ടേൺ ചെയ്യണ ഫങ്ഷൻസ് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എ എന്നുള്ളൊരു 10 ഉണ്ട്, ബി 20 ഉണ്ട്, പിന്നെ പി എന്ന് പറയുന്നത് ഒരു പോയിന്റർ ആണ്. അതായത് പോയിന്റർ ആണെന്ന് പറയുമ്പോൾ പോയിന്റർ വാല്യൂ ആണ്, എന്തെങ്കിലും ഒരു അഡ്രസ്സ് ആണ് അവിടേക്ക് റിട്ടേൺ ചെയ്ത് വരണത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പി എന്ന് പറയുന്നതിലേക്ക് നമ്മൾ എന്തോ എൻ്റെ അഡ്രസ്സും പിൻ്റെ അഡ്രസ്സും ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വിളിച്ചു, ലാർജർ എന്നുള്ളൊരു ഫംഗ്ഷനാണ് വിളിച്ചത്. അപ്പോൾ എക്സും വൈ എന്നും പറയുന്നത് ഇപ്പോൾ പോയിന്റർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർ ഇടണം കേട്ടോ. അതേപോലെ പോയിന്ററിലേക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യുമ്പോൾ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആംപ്രസൈനുകളും ഇടണം. അപ്പോൾ എക്സും വൈയും നമ്മൾ പ്രിന്റ് ചെയ്തപ്പോൾ എക്സിന്റെ ലൊക്കേഷനിലെ വാല്യൂ നോക്കി അത് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ് ആണ് റിട്ടേൺ ചെയ്യണത്. എക്സ് എന്ന് പറയുന്നത് എന്താണ്, അഡ്രസ് ഓഫ് എക്സ്. എക്സിന്റെ അഡ്രസ് എന്താണോ അതാണ് ഇവിടേക്ക് റിട്ടേൺ ചെയ്യണത്. അല്ലെങ്കിൽ ഇപ്പോൾ വൈയുടെ വാല്യൂ ആണ് ഗ്രേറ്റർ എന്നുണ്ടെങ്കിൽ വൈയുടെ അഡ്രസ്സ് എന്താണ് ആ ഒരു അഡ്രസ്സാണ് ഇവിടെ റിട്ടേൺ ചെയ്യണത്. അപ്പോൾ പിയിലേക്ക് എന്ത് വന്നു, ഏതാണ് വലുത്, എക്സ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ അഡ്രസ്സ് വരും, വൈ ആണെങ്കിൽ വൈയുടെ അഡ്രസ്സ് വരും. പി എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു പോയിന്റർ ആണ്, അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പോൾ ആ അഡ്രസ്സ് വന്നു, ആ അഡ്രസ്സിന്റെ ഉള്ളിലത്തെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർ പി കൊടുത്തു. അപ്പോൾ ഗ്രേറ്റർ ആയിട്ടുള്ളത് ഏതാണോ ആ വാല്യൂ അവിടെ പ്രിന്റ് ചെയ്ത് വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പോയിന്റർ തന്നെ റിട്ടേൺ ചെയ്യണ ഫങ്ഷൻസ്. ഇതൊക്കെ എക്സാമ്പിൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കുക കേട്ടോ. അടുത്ത നൾ പോയിന്റർ. നൾ പോയിന്റർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും റിട്ടേൺ ചെയ്യാത്തതിനെയാണ് നമ്മൾ എന്ത് പറയണത്, നൾ പോയിന്റർ എന്ന് പറയണത്. ഒരു പോയിന്റർ എന്തെങ്കിലും ആവശ്യമുണ്ട് അതിനെ ഡിക്ലെയർ ചെയ്യണം എന്നുള്ളൊരു കേസ് വരുവാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ നൾ പോയിന്റർ യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ സ്റ്റാർ പി ഈക്വൽ ടു നൾ. അപ്പോൾ എന്താണ്, ഇവിടെ പോയിന്റർ ഡിക്ലെയർ ചെയ്തു, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നൾ തന്നെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടേക്ക് ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഈ നൾ പോയിന്ററിന്റെ ഒക്കെ ഉപയോഗങ്ങൾ കൂടുതൽ വരുന്നത്. പിന്നെ പോയിന്ററിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ 0 എന്നാണ് വരിക, പോയിന്റർ ഒന്നും കാണിക്കണില്ല. പിന്നെ മെമ്മറി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഇനി അടുത്തത് ഫയല് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഒരു ഓപ്പൺ ഫയൽ ഓപ്പൺ ചെയ്യുക, ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക, സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് പോവുക, സീക്ക് ചെയ്യുക, ആ ലാസ്റ്റ് ക്ലോസ് ചെയ്യുക. അതാണ് മെയിൻ ആയിട്ടുള്ള ഫയൽ ഓപ്പറേഷൻ. ക്രിയേഷൻ, ഓപ്പണിങ്, റൈറ്റിംഗ്, റീഡിങ്, മൂവിങ് ടു എ സ്പെസിഫിക് ലൊക്കേഷന്, ക്ലോസിങ്. ഇതൊന്ന് മനസ്സിലാക്കുക, ഫയൽ ഓപ്പറേഷൻസ് ഇത്രയാണ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഫയലിനെ ആക്സസ് ചെയ്യാം. സീക്വൻഷ്യൽ ആക്സസ് ചെയ്യാം, റാൻഡം ആയിട്ടും ആക്സസ് ചെയ്യാം. സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, തൊട്ടടുത്തടുത്തടുത്തേക്ക് നീങ്ങി പോണതാണ് എന്ത്, സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറയുന്നത്. റാൻഡം ആക്സസ് എന്ന് പറയുന്നത് ഒരെണ്ണം എടുത്തു, പിന്നെ വേറെ എവിടെന്നെങ്കിലും വേറെ ഒരെണ്ണം എടുത്തു, പിന്നെ അടുത്തത് വേറെ എവിടെന്നെങ്കിലും എടുത്തു, അങ്ങനെ ഒരു ഓർഡർ ഇല്ലാണ്ട് നമ്മൾ ആക്സസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയണത്, റാൻഡം ആക്സസ് എന്ന് പറയണത്. രണ്ട് രീതിയിൽ നമ്മൾ ഫയൽ ആക്സസ് ചെയ്യും. സീക്വൻസ് ഒരെണ്ണം
ഏതാണ് അടുത്തത് എന്നുള്ള രീതിയിൽ ആക്സസ് ചെയ്യും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒക്കെ എന്നുള്ള രീതിയിൽ റാൻഡം ആയിട്ടും ആക്സസ് ചെയ്യും. ഇനി നമുക്ക് ഫയൽ ടൈപ്പ് ടെക്സ്റ്റ് ഫയലും ബൈനറി ഫയലും ഒക്കെയാണ് ഉള്ളത്. ഈ ഫയലിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഫയലിന്റെ ഒരു പോയിന്റർ ആണ്. അപ്പോൾ ഫയലിന്റെ പോയിന്ററിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതാണ് എന്ത്, ഫയൽ .ptr എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫയലിന്റെ പോയിന്ററിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ വേണ്ടത്, ഫയലിന് ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ഫയൽ ഓപ്പൺ ചെയ്യണം. ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഫയൽ ഓപ്പൺ. നമ്മൾ ആ ഫയൽ പോയിന്ററിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫയൽ ഓപ്പൺ ചെയ്യുന്നത്. ഫയൽ ഓപ്പൺ നമ്മുടെ എന്താണ്, ഏത് ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത്, .txt അല്ലെങ്കിൽ എന്താണ് ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത്, ഓപ്പൺ ചെയ്യേണ്ട ഫയലിന്റെ പേര് കൊടുക്കുക, കോമ, ഏത് മോഡിലാണ് അത് ഓപ്പൺ ചെയ്യേണ്ടത്, റീഡ് റൈറ്റ് അപ്പൻഡ് എന്നൊക്കെ പറഞ്ഞ പല മോഡുണ്ടാവും. അത് ഏത് മോഡിലാണ് അത് ഓപ്പൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫയൽ ക്ലോസ് ചെയ്യാം. ഒരു ഫയലിന്റെ പ്രോഗ്രാം കിട്ടിയ എത്രയെങ്കിലും നിങ്ങൾ മിനിമം എഴുതുക. ഫയലിൽ ഒരു പോയിന്റർ വെച്ചിട്ട് ഫയൽ സ്റ്റാർ ഒരു പോയിന്റർ പേര് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ഫയലിന്റെ പേര് കൊടുക്കുക. അത് ഏത് മോഡിലാണ് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുക. ലാസ്റ്റ് ഫയൽ ക്ലോസ് ചെയ്യുക. ഇനി ഫയൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം ഓപ്പറേഷൻസ് ഉണ്ട്. അതാണ് fgetc, fputc, fscanf, fprintf, fread, fwrite ഇതൊക്കെ. അപ്പോൾ fgetc എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടർ ബൈ ക്യാരക്ടർ ഫയലിൻ്റെ ഉള്ളിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. putc പറയുമ്പോൾ എന്താണ്, ഓരോ ക്യാരക്ടർ ഫയലിൻ്റെ ഉള്ളിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട്, ഫയലിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഗെറ്റ്, ഫയലിൻ്റെ ഉള്ളിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് പുട്ട്. അതുതന്നെയാണ് സ്കാനഫും പ്രിന്റഫിൻ്റെ ഒക്കെ ഫങ്ഷൻസ്. ഇപ്പോൾ നമ്പേഴ്സ് ഒക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കാനഫ് ചെയ്യാൻ പറ്റും. ഫ്രീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബൈനറി കണ്ടന്റ് റീഡ് ചെയ്യാനും ഫ്രൈറ്റ് ബൈനറി കണ്ടന്റ് എഴുതാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫയല്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫയലിൻ്റെ ഓപ്പറേഷൻസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് വേണം, ഒരു ഫയലിൻ്റെ പോയിന്റർ വേണം. പിന്നെ നമ്മൾ ക്യാരക്ടറായിട്ട് എന്തായാലും ഒരു എൻഡ് ഓഫ് ഫയൽ ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായാലും ഒരു ക്യാരക്ടർ വേണ്ടി വരും. അപ്പോൾ നമ്മൾ പിന്നെ എന്തായാലും ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമാണ് ക്യാരക്ടർ എന്നുള്ളത്. പിന്നെ നമ്മൾ ഫയൽ പോയിന്ററിലേക്ക് fopen നമ്മൾ എന്താണ് ഓപ്പൺ ചെയ്യേണ്ടത്, അത് ഏത് മോഡിലാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് അത്രയും നമ്മൾ എഴുതണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ പ്രോഗ്രാമിലും വേണ്ട അടുത്തൊരു കാര്യമാണ് നമുക്ക് കിട്ടിയ ക്യാരക്ടർ എന്ന് പറയുന്നത് എൻഡ് ഓഫ് ഫയൽ ആണെന്ന് ചെക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾക്ക് fgetc അതായത് ഫയലിൻ്റെ ഉള്ളത്തെ ക്യാരക്ടർ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് fgetc ഫയൽ പോയിന്റർ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ, ആ ഫയലിൻ്റെ ഉള്ളത്തെ ആദ്യത്തെ ക്യാരക്ടർ വന്നു. ആ ക്യാരക്ടർ എൻഡ് ഓഫ് ഫയൽ ആണെന്ത്, eof എന്ന് പറയുന്നത്. എൻഡ് ഓഫ് ഫയൽ ആണെങ്കിൽ അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യാം. ക്യാരക്ടർ എൻഡ് ഓഫ് ഫയൽ ആയ ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ പ്രിന്റ് ചെയ്യാം. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം, ഫയല് ക്ലോസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് മിനിമം എന്ത് ഫയലിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിലും ഇത്രയും കാര്യം എന്തായാലും വേണ്ടി വരും. ഒരു ഫയൽ file *fp എന്ന് പറയുന്ന ഫയൽ പോയിന്ററിന് വേണ്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഒരു ക്യാരക്ടർ എന്തായാലും വേണ്ടി വരും. പിന്നെ ഈ ഫയൽ പോയിന്ററിലേക്ക് നമ്മുടെ ഫയൽ ഏതാണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് മോഡിലാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ fgetc എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫയലിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ ക്യാരക്ടറിനും റീഡ് ചെയ്യാം. ആ ക്യാരക്ടർ എൻഡ് ഓഫ് ഫയൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യാം. പിന്നെ ആ ക്യാരക്ടർ വെച്ച് എന്ത് ഓപ്പറേഷൻ ചെയ്യണു എന്നുള്ളതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ വ്യത്യാസം വരുള്ളൂ. ഇത്രയും ക്യാരക്ടർ എടുക്കാനുള്ള കാര്യം, ഫയലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ക്യാരക്ടർ എടുക്കാനുള്ള, ഫയലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാനാണെങ്കിൽ ഇത്രയും കാര്യം നിർബന്ധമായിട്ടും ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റണ വേറൊരു ഓപ്പറേഷനാണ് ഫയല് അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ .c എന്ന് പറഞ്ഞ ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യണത്, ഫയൽ fp = നള്ളാണെങ്കിൽ
നമ്മുടെ ഫയൽ പോയിന്റർ നള്ളാണെങ്കിൽ നമ്മൾ മെസ്സേജ് കൊടുക്കുകയാണ് എന്ത്, കനോട്ട് ഓപ്പൺ ദ ഫയൽ എക്സിറ്റ് എന്നുള്ളത്. ഇതും എല്ലാ പ്രോഗ്രാമിലും വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊരു ഫയലിൻ്റെ പ്രോഗ്രാം ചോദിക്കുകയാണെങ്കിൽ കണ്ണടച്ച് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അത് നള്ളാണോ നോക്കുക, നള്ളാണെങ്കിൽ കനോട്ട് ഓപ്പൺ ദ ഫയൽ എന്ന് പറയാം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കുറച്ച് മാർക്ക് വരും. അപ്പോൾ ഒന്നും അറിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങളെങ്കിലും എഴുതി വയ്ക്കാം. മനസ്സിലായോ? അടുത്തത് നമ്മൾ ക്യാരക്ടേഴ്സൊക്കെ റെഡി. അപ്പോൾ അതായത് നമ്മൾ ഫയൽ ചെയ്തു, നമ്മൾ ആദ്യം ഫയൽ എൻഡ് ഓഫ് ഫയൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുക, അത് എൻഡ് ഓഫ് ഫയൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നോട്ട് എക്സിറ്റ് കൊടുക്കുക, ആ കോഡ് ഇവിടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരക്ടേഴ്സ് എടുത്തു, അത് എൻഡ് ഓഫ് ഫയൽ ആണെങ്കിൽ ബ്രേക്ക് ചെയ്തു. അല്ലാത്ത കേസിൽ if ch equal to സ്പേസ് ആണെങ്കിൽ സ്പേസിൻ്റെ അവിടെ ഒരു വാല്യൂ കൂട്ടും. അപ്പോൾ അതിനൊക്കെ നമ്മളിവിടെ അല്ലാതെ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫയൽ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എത്രയാണെന്നുണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്തു. എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, അതേപോലെ എത്ര സ്പേസ് വന്നിട്ടുണ്ട്, സ്ലാഷിന് എത്ര എണ്ണം വന്നിട്ടുണ്ട്, സ്ലാഷ് ടി എത്ര എണ്ണം വന്നിട്ടുണ്ട് എന്നുള്ളത്, ടാബ് എത്ര എണ്ണം ഉണ്ട്, യൂസ് സ്പേസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്തു. അങ്ങനെ അടുത്തത് നമ്മളൊരു ഫയലിൽ നിന്ന് വേറൊരു ഫയലിലേക്ക് കോപ്പി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, 2 ഫയൽ വേണം നമുക്ക്. ഏതൊരു ഫയലിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ വേണം, ആ റീഡ് ചെയ്ത സാധനം കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഫയൽ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഫയൽ പോയിന്ററുകൾ എടുത്തു, FS എടുത്തു, FT എടുത്തു. പിന്നെ നമുക്ക് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ റീഡ് ചെയ്യണത് FS എന്നുള്ള ഫയലിൻ്റെ ഉള്ളിലേക്കാണ്. നമ്മൾ ഫയൽ FS എന്നുള്ളതിലേക്കാണ് മറ്റ് വേറെ ഫയൽ എന്നുള്ള സാധനം റീഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ F ഓപ്പൺ ചെയ്തു, അത് റീഡ് മോഡിലിട്ടു, അത് നള്ളാണോ നോക്കി. നള്ളാണെങ്കിൽ അങ്ങനൊരു ഫയൽ ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ കനോട്ട് അങ്ങനത്തെ ഇല്ല, എക്സിറ്റ് അടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നള്ളല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ FT എന്നുള്ള സാധനം ഓപ്പൺ ചെയ്തു. അത് നമ്മൾ മറ്റേ FS ഓപ്പൺ ചെയ്തത് റീഡ് മോഡിലാണ്, ഇത് ഓപ്പൺ ചെയ്യേണ്ടത് നമ്മൾ എന്തിലാണ്, റൈറ്റ് മോഡിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ FT നള്ളാണെങ്കിൽ വീണ്ടും പറയാം അങ്ങനെ സാധനം ഇല്ല എന്ന് പറയാം. അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്തു, FS എന്ന് ഓരോ ക്യാരക്ടർ എടുത്തു. CH ഈക്വൽ ടു get FS, FSന്റെ ഉള്ളിൽ നിന്ന് ഓരോ ക്യാരക്ടർ എടുത്തു. അത് എൻഡ് ഓഫ് ഫയൽ ആവണ വരെ പോയി. അപ്പോൾ അത് എൻഡ് ഓഫ് ഫയൽ ആണെങ്കിൽ നിർത്തി. അല്ലാത്ത കേസിൽ ഈ ക്യാരക്ടർ CH F put C into FT, ആ ക്യാരക്ടർ FT എന്നുള്ള ഫയലിലേക്ക് ഇട്ടു. മനസ്സിലായോ? എന്നിട്ട് FS ക്ലോസ് ചെയ്തു, FT ക്ലോസ് ചെയ്തു. ഫയൽ കോപ്പി ചെയ്യാനുള്ള പ്രോഗ്രാം ഭയങ്കര എളുപ്പമാണ്, സിമ്പിളാണ്. ഇതൊക്കെ വേഗം പഠിച്ചു കഴിക്കുന്ന കാര്യമാണ്. അത്ര മനസ്സിലാക്കൊണ്ടുള്ളൂ. 2 ഫയൽ പോയിന്റർ ഓപ്പൺ ചെയ്യുക, FS FT. പിന്നെ നമുക്ക് ക്യാരക്ടർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് CH ഉണ്ട്. നമ്മൾ ഫസ്റ്റത്തെ ഓപ്പൺ ചെയ്തു, അത് റീഡ് മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അതേപോലെ രണ്ടാമത്തെ ഓപ്പൺ ചെയ്തു, അത് റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ ഫയൽ get C വെച്ചിട്ട് ക്യാരക്ടർ എടുത്തു. അത് എൻഡ് ഓഫ് ഫയൽ ആണോ നോക്കി. എൻഡ് ഓഫ് ഫയൽ ആണെങ്കിൽ അവിടെ ബ്രേക്ക് ചെയ്തു. അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്തു, അത് F put C ചെയ്തു. അതായത് ആ ക്യാരക്ടർ അടുത്ത ഫയലിലേക്ക് അതിനെ എഴുതി. എന്നിട്ട് ഇത് അടുത്തത് ഡിഫറെൻറ്റ് ഫയൽ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡ്സ് ആണ്. 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിലത്തെ കണ്ടന്റ് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അടുത്തത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് W ആണ്. W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ. അവിടെ അതായത് ആ കണ്ടന്റിന് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിട്ട് ആദ്യം 0 അതിലേക്ക് എഴുതും. അതാണ് റൈറ്റ് മോഡിലുള്ളത്. അപ്പൻഡ് മോഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ഡാറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡാറ്റയുടെ അവസാനത്തെ മുതലാണ് ഇനി എഴുതി തുടങ്ങുക. മറ്റേത് മൊത്തം ആക്കില്ല, അവസാനത്തു നിന്നാണ് എഴുതി തുടങ്ങുക. അതാണ് അപ്പൻഡ് മോഡ്. ഇനി R+ മോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും കൂടി പറ്റും. W എന്ന് പറഞ്ഞാലും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും. അപ്പൻഡ് എന്ന് പറഞ്ഞാലും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും. അതിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും നമ്മൾ എഴുതി വെച്ചു. അടുത്തത് കുറേ ഇൻബിൽട്ട് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. F ഓപ്പൺ, F ക്ലോസ്, നമ്മൾ get C പറഞ്ഞു, put C പറഞ്ഞു, F get C, F put C, get S, put S, പിന്നെ get char, get ch, നമ്മൾ get ch പറഞ്ഞില്ലേ, get ch, പിന്നെ എന്തൊക്കെയാ, F printf, F scanf, ഇതൊക്കെ കുറേ ആയിട്ടുള്ള ഇൻബിൽട്ട് ഫയൽ ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് ആണ്.
അപ്പോൾ മെയിനായിട്ട് നമുക്ക് വരണത് ഇതൊക്കെയാണ്, മെയിൻ ഫങ്ഷൻസ് ഇതൊക്കെയാണ് കേട്ടോ. എഫ് ഓപ്പണ്, എഫ് പ്രിന്റ് എഫ്, എഫ് സ്കാൻ എഫ്, എഫ് പുട്ട് സി, എഫ് ഗെറ്റ് സി, എഫ് ക്ലോസ്, എഫ് സീക്ക്, എഫ് പുട്ട് ഡബ്ല്യു, എഫ് ഗെറ്റ് ഡബ്ല്യു, എഫ് ടെല്ല്, എഫ് റീവൈൻഡ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായില്ല. ഓപ്പൺ ചെയ്യാൻ, പ്രിന്റ് ചെയ്യാൻ, റീഡ് ചെയ്യാൻ, ഒരു ക്യാരക്ടർ മാത്രം റീഡ് ചെയ്യാൻ, ക്ലോസ് ചെയ്യാൻ. പിന്നെ എഫ് സീക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പൊസിഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, എഫ് സീക്ക് യൂസ് ചെയ്യണത്. പിന്നെ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ട് ഡബ്ല്യു, ഇൻഡിജർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എഫ് ടെൽ എന്ന് പറയുന്നത് കറണ്ട് പൊസിഷൻ എന്താണെന്നുണ്ടെങ്കിൽ ആ പൊസിഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീവൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫയലിൻ്റെ തുടക്കത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് റീവൈൻഡ് എന്നുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഫങ്ഷൻസ് ഒന്ന് നോക്കി വയ്ക്കുക. അടുത്തത് എഫ് പ്രിന്റ് എഫ് ആൻഡ് എഫ് സ്കാൻ എഫ് ആണ്. എഫ് പ്രിന്റ് എഫ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ്, ഏതാണ് ഫയൽ പോയിന്റർ എന്നുണ്ടെങ്കിൽ അത് പറയാം, എന്താണ് ഇത് എത്രയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പെസിഫയർ എന്നുണ്ടെങ്കിൽ സ്പെസിഫയർ പറയാം, എഴുതാനുള്ള കാര്യം എന്താണെന്നുണ്ടെങ്കിൽ പറയാം. അതേപോലെ എഫ് സ്കാൻ എഫ് അതേപോലെ തന്നെയാണ്, ഫയൽ പോയിന്റർ വയ്ക്കുക, കറസ്പോണ്ടിങ് കാര്യങ്ങൾ പറയാം. ഇനി റാൻഡം ആക്സസ് ടു എ ഫയൽ, നമ്മൾ നേരത്തെ സീക്വൻസിൽ പഠിച്ചു, കറക്റ്റ് വേണ്ടിയിട്ട്. മറ്റേ റാൻഡം എന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലുമൊക്കെ ഇങ്ങനെ ഫെച്ച് ചെയ്ത് വരണത്. അപ്പോൾ റാൻഡം ആക്സസിന് നമ്മൾ എന്ത് ചെയ്യാണ്, റീവൈൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വീണ്ടും തുടക്കത്തിലേക്ക് തന്നെ പോകും, പിന്നെ വീണ്ടും അത് എഴുതി വരും. റീവൈൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റാൻഡമായിട്ട് അവിടെ നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആക്സസ് ചെയ്യുന്നത്. ഈ എഫ് സീക്ക് എന്ന് പറയുന്നതാണ് എവിടേക്ക് പോകണം എന്നുള്ളത് തന്നെ സ്പെസിഫൈ ചെയ്യണത്. ഏത് ലൈനിലേക്കാണ്, ഏത് പൊസിഷനിലേക്കാണ് പോയിന്റർ മൂവ് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്, എഫ് സീക്ക് ഉള്ളത്. അപ്പോൾ ഇതിൽ എഫ് സീക്ക് എഫ് പി 7 സീക്ക് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 7th ലൈനിലേക്ക് ആയിരിക്കും അത് മൂവ് ചെയ്യേണ്ടത്. ഈ എഫ് ടെൽ എന്ന് പറയുന്നത് ഏത് പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് എഫ് ടെൽ എന്ന് പറയുന്നത്. എഫ് ഇ ഒ എഫ് പറയുന്നത് എൻഡ് ഓഫ് ഫയൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫയലിന്റെ എൻഡ് ഓഫ് ഫയൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, എഫ് ഇ ഒ എഫ് ഉള്ളത്. എഫ് ആയിട്ട് പറഞ്ഞ ഫയലിൻ്റെ ഉള്ളിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട്, എഫ് ചെയ്ത് ഫയലിൻ്റെ ഉള്ളിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആദ്യത്തെ ഒരു പ്രോഗ്രാം നമുക്ക് നേരത്തെ ഒരു കെയർ വെച്ചിട്ട് നമ്മൾ എൻഡ് നോക്കില്ല, അതിനെ പോലെ നമുക്ക് വേറെ നോക്കാൻ പറ്റുന്നതാണ് എന്ത്, എഫ് ഇ ഒ എഫ്, എഫ് പി ഈക്വൽ ടു നേരത്തെ നള്ളാണോ നോക്കി, എഫ് പോയിന്റർ ഈക്വൽ ടു അത് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എഫ് ഗെറ്റ് സി ഓഫ് എഫ് പി, ഓരോ ക്യാരക്ടേഴ്സിനെ ഗെറ്റ് ചെയ്തു, അതിനെ പ്രിന്റ് ചെയ്തു. അപ്പം എന്തിനായാലും ആദ്യം നമുക്ക് വേണ്ടത് ഫയലിൻ്റെ ഒരു പോയിന്റർ ഫയൽ സ്റ്റാർ എഫ് പി, പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാരക്ടർ ഒരു എച്ച്, പിന്നെ എഫ് പി ഈക്വൽ ടു എഫ് വൺ, ഏത് ഇതിൻ്റെ ആണെങ്കിൽ ഓപ്പൺ, അത് ഏത് മോഡാണെന്നുണ്ടെങ്കിൽ ആ മോഡ് സ്പെസിഫൈ ചെയ്യുക, പിന്നെ അത് എൻഡ് ഓഫ് ഫയൽ ആണോ എന്ന് നോക്കുക, എന്നിട്ട് അതിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും ഗെറ്റ് ചെയ്യുക. പിന്നെ അത് വേറെ ഇതിലേക്ക് ഇങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ എഫ് പ്രിന്റ് എഫ് കൊടുക്കുക. അതോ കീബോർഡ് കൺസോളിൻ്റെ ഉള്ളിലേക്കാണ് എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രിന്റ് എഫ് കൊടുക്കുക. മനസ്സിലായോ? അടുത്തത് വവൽസത്തിലാണ് കൗണ്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ അതൊക്കെ സെയിം തന്നെ കണ്ടു, വവലിന് വേണ്ടിയിട്ട് 0 എന്നുള്ളൊരു കൗണ്ട് മാത്രം ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചു. അതുകൊണ്ട് ഓരോ ക്യാരക്ടർ എത്തി, ഓരോ ക്യാരക്ടർ എ ആണോ ഇ ആണോ വൈ ആണോ ഓ ആണോ എന്ന് കൗണ്ട് കറസ്പോണ്ടിങ്ങിൽ കൂട്ടി, അത് കഴിഞ്ഞതിന് ശേഷം കൗണ്ട് പ്രിന്റ് ചെയ്തു, ആ ഫയൽ ക്ലോസ് ചെയ്തു. ഒക്കെ സിമ്പിളാണ്, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ അതേപോലെ ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഫയൽ എടുത്തു, പിന്നെ നമ്മൾ ലാർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറും നമ്മൾ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, നമ്മുടെ റീഡ് ആ ഫയലിൽ നിന്ന് കാര്യങ്ങൾ റീഡ് ചെയ്തു, ആ ഫയലിലത്തെ കാര്യങ്ങൾ റീഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് F1ത്തെ നമ്പേഴ്സിനെ ഓരോന്ന് റീഡ് ചെയ്തു, ആ നമ്പർ ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് നമ്പർ ആണെങ്കിൽ ലാർജ് ഏതാണെന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യാം. അപ്പോൾ അതായത് ആ നമ്പേഴ്സിനെ റീഡ് ചെയ്തിട്ട് അത് ലാർജ് ആണെങ്കിൽ ആ നമ്പറിനെ സെറ്റ് ചെയ്തു, എൻഡ് ഓഫ് ഫയൽ വരെയും നമ്പേഴ്സിനെ റീഡ് ചെയ്യും, എന്നിട്ട് ലാസ്റ്റ് ഏത് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ നമ്പർ ലാസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തു.